പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ Epson L300 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം Epson L300 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് താഴെ ലിസ്റ്റ് കാണിക്കും. അത് സെലക്ട് ചെയ്താണ് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ വെബ്സൈറ്റിൽ ഓപ്പണായി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ഈ ഫസ്റ്റ് കാണുന്ന epson.co.in ഇന്ത്യയുടെ ഒഫീഷ്യൽ എപ്സൻ്റെ വെബ്സൈറ്റാണ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ ഡൗൺലോഡ് പേജിൽ തന്നെയാണ് ആദ്യം എത്തിയിട്ടുള്ളത്. ഇവിടെ ആദ്യം നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. കൺഫ്യൂഷൻ വേണ്ട. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിച്ചിട്ടുള്ളത്. വിൻഡോസ് 10 64-ബിറ്റിൻ്റെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ ഏതാണെന്നുള്ളത് ഇതേപോലെ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഗോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. ഈ ഡയലോഗ് ബോക്സ് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യുക. ഡിഫൻഡർ ഒന്ന് ഓൺ ആയതാണ്, സോറി. പേജ് റീലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ താഴെ കാണുന്ന ഈ ഡ്രൈവേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് പ്രിൻ്റർ ഡ്രൈവർ കാണാൻ സാധിക്കും. ജസ്റ്റ് ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ജസ്റ്റ് ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് നടക്കുന്നത് കാണാൻ സാധിക്കും. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫയലൊന്ന് ഓപ്പണായി വരുന്നത് കാണാം. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ചോദിക്കും ലാംഗ്വേജ് ഏതാണെന്നുള്ളത്, അത് ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ എഗ്രി എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഫയൽ ഇൻസ്റ്റാളിങ് ആവുന്നത് കാണാൻ സാധിക്കും. വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മളിവിടെ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കുന്നത്. ഈ സമയത്ത് മാത്രമേ കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞാനിവിടെ ജസ്റ്റ് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വരും. പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ പോർട്ട് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി എന്നുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഞാൻ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡിവൈസസ് ആൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ എൻ്റെ ലാപ്പിൽ ഞാൻ കുറേ പ്രിൻ്റർ കണക്ട് ചെയ്തുകൊണ്ടാണ് കുറേ പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊന്നും ഇത്ര ലിസ്റ്റ് കാണിക്കില്ല. താഴെ അൺസ്പെസിഫൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡിറ്റക്റ്റഡ് ആവുന്നതാണ്. അല്ലെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ റൈറ്റ് ബട്ടൺ നോക്കി പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തു. അതിൽ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള കമാൻഡ് അല്ലെങ്കിൽ ജസ്റ്റ് പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ അർത്ഥം കമ്പ്യൂട്ടറിൽ നിന്നും ഒരു കമാൻഡ് പ്രിൻ്ററിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത് പ്രിൻ്റർ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.